സുമേ നോക്കി ഞാൻ ഇപ്പൊ ഇട്ടതാ. കൊള്ളാമോ? എന്റെ നെയിൽ പോളിഷ് ഒന്ന് നോക്കി കളർ പറയടാ. കൊള്ളാമോ? നിനക്ക് എന്താ പറ്റിയേ സുമേ? എന്താ പറ്റിയെന്ന് ഒന്ന് പോയ ഞാൻ കുറച്ചു ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ചേച്ചിയാ? എന്താ സംഭവം? ഒരു സംഭവം നീ ഒന്ന് പോവോ? നിന്നെ ആരെങ്കിലും അടിച്ചാ? എന്നെ ആരും അടിച്ചൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ ഇതിന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അല്ലല്ലേ ഒരു കാലത്ത് എന്നോട് ആരും ഉണ്ടായിട്ടൊന്നുമില്ല. പോ. ആ കൂട്ടുകാരായിട്ട് ഉടക്കിയ ആർക്കാ പണി കൊടുത്ത നീ? എന്റെ പൊന്നു കിളി, ഞാൻ ആർക്കും പണിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം നീ എന്നോട് പറ. എന്ത് പ്രശ്നം? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ആ എങ്കിൽ നീ എന്റെ നെയിൽ പോളിഷിന്റെ കളർ പറ. കൊള്ളാമോ? കൊള്ളാമോ? എടാ നീ എന്താണ് ഒരുമാതിരി ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ആരും ഇല്ല. എന്റെ കൂടെ ഇല്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. നിന്റെ കൂടെ ആരും ഇല്ലെന്ന്? ആരുമില്ല. പിന്നെ ഞങ്ങളൊക്കെ ആര്? എന്റെ കൂടെ ആരും ഇല്ല. ഞാൻ ഇന്നവരെ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആരും ദ്രോഹിച്ചിട്ടുമില്ല. എന്നോടാണോ നീ പറഞ്ഞത്? നിന്നോട് തന്നെ പറഞ്ഞു. നീ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നോ? നീ വേറെ ആരോടെങ്കിലും പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ വിശ്വസിക്കൂല. എന്ത്? നീ ദ്രോഹിച്ചിട്ടില്ല. എടി ദ്രോഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ പറ്റിപ്പോന്നേക്കായി. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ? നീ എന്നോട് തന്നെയാണോ പറഞ്ഞേ? ഞാൻ നിന്റെ അടുത്ത് തന്നെ പറഞ്ഞേ. ആണല്ലേ? മോനെ, മക്കൾ കൂട്ടിച്ചേട്ടന്റെ കൂടെ ATM കുത്തി തുറക്കാൻ പോയില്ലായിരുന്നോ? അതേതായിരുന്നടാ സാഹചര്യം? പിന്നെ ഇങ്ങോട്ട് നോക്ക്, അച്ഛന്റെ പെട്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലായിരുന്നു ഇവിടുന്ന്? അതേതായിരുന്നു സാഹചര്യം? ഉത്തരവില്ല. എന്റെ പൊന്നു മോനെ, ഇത് നോക്കിയിട്ട് ഉപദ്രവിക്കാന്ന് പോകുമ്പോ മനുഷ്യരോട് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഞാൻ ആരെ തലമുറയ്ക്ക് കയറാൻ വരുന്നില്ലല്ലോ. എടാ, ഞാൻ നെയിൽ പോളിഷിന്റെ കളർ കൊള്ളാവെന്ന് നോക്കി പറയാനല്ലേ പറഞ്ഞു. അതിന് ഇത്രയും നീ ചുവന്ന് തുള്ളുന്ന എന്തിനാ? ഇതന്നെ ഒരു വലിയ ഉപദ്രവല്ലേ? എടാ, നിന്റെ തലക്ക് എന്തോ അടി കിട്ടിയിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ. ഒന്ന് പോയി തരും എന്റെ റൂമിൽ നിന്ന്. ഇത് കൊള്ളാലോ ഇത്. ആഹാ, ഞാൻ ചുമ്മാ ഒന്ന് കളർ ചോദിക്കാൻ വന്നായി. ഇനി ഞാൻ പോകുന്നില്ല. നിനക്ക് തീരെ എഴുതി തന്നില്ല. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ തന്നെ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. നീ ഒറ്റയ്ക്ക് ഇരുന്നോ, ഞാൻ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്നോളാം. പറ്റിയോ? മനുഷ്യനെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാനും സമ്മതിക്കത്തില്ല. ഇതാണ് പറ്റിയത്. പരിപാടി എടാ, ഞാനേ ഈ പുരപ്പുറത്ത് മത്തം പടത്തിയാൽ എന്തെന്ന് ആലോചിക്കായിരുന്നേ. കൃഷി ഓഫീസിലെ നല്ല സൂപ്പർ മത്തന്റെ വിത്ത് വന്നിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ ധൂമ്രാഷൻ പിള്ള സാറില്ലേ വിളിച്ച് പറഞ്ഞായിരുന്നു തന്നെ. ഓ, ഇവിടെ താഴത്തുള്ള പണിയൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് വിളവെടുത്തിട്ട് വരെ മേളിലുള്ള പണി. എടാ, മത്തൻ ഇങ്ങനെ പുരപ്പുറത്ത് പറന്ന് കാണാൻ നല്ല രസമായിരിക്കും. രാവിലെ ഇവിടെ ഇനി ഒരു പച്ച പന്തലായിട്ട് വരും. വരണം, ഇറങ്ങി വരണം, ഒരു കാര്യം പറയും. ആണ്, കാശ് വയ്ക്കാനാണ് ഞാൻ ഇറങ്ങൂല. ആശിൻ്റെ എന്നല്ല, ഒരു കാര്യം പറയട്ടെ, വരണം. ഉമ്മതിക്കില്ല പണിയെടുക്കാൻ. എന്ത് കാര്യം? എന്ത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് കാര്യം? എന്ത് അച്ഛനെ, സുമേഷിനെ ശ്രദ്ധിച്ചായിരുന്നു? സുമേഷിനെ ശ്രദ്ധിക്കാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഞങ്ങളെ കൊച്ചുകുട്ടിയായിരുന്ന പച്ച ഒരുപാട് ശ്രദ്ധിച്ചു. ഡേയ്, നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ട് കഥ കൊണ്ടുപോണു? നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ഞാൻ വളർത്തിയിട്ടുള്ളത്. സംഭവം അതല്ല അച്ഛൻ, വേറൊരു കാര്യം. എന്തോന്ന്? അവനെ ശ്രദ്ധിച്ചായിരുന്നു. അച്ഛൻ കണ്ടില്ല അവനെ? അല്ല, നല്ല മാറ്റം ഉണ്ടാകും. എടാ, മാറ്റം നല്ലതല്ലേ? ഒന്നാമത് അവനിപ്പോ കല്യാണ ആലോചനയൊക്കെ നടക്കുക. അവന്റെ അളിഞ്ഞ സ്വഭാവം മാറട്ടെ, നല്ലതാ. അതല്ലച്ചാ, അവ ഒറ്റയ്ക്ക് ഒരിടത്ത് മാറി കഴിയാണ്. എല്ലായിടത്തും ഭയങ്കര ദേഷ്യം. ഇപ്പൊ ശംഭുവിനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വേണ്ട എന്തൊക്കെയാ പറഞ്ഞ. എന്തിനു വേണ്ടാത്ത പറഞ്ഞെന്ന്? അവന് ഇതിനിപ്പോ ജീവിക്കണത് അങ്ങനെയൊക്കെ പറഞ്ഞ. അവൻ്റെ ശംഭു കൊച്ചു ചേർക്കാനല്ല, അവൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പാടണ്ട. ഏയ്, ശരിക്കും അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞച്ചാ, അതല്ലേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താണ്, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ. ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമില്ലേ? പൈസ ഞാൻ ചിലവായിക്കോളാം. അച്ഛൻ വരണം ഇങ്ങോട്ട്. അല്ല, എന്നാ പിന്നെ നീ പോ, ഞാൻ ഇതൊന്നും നോക്കിയിട്ട് വരുന്ന പോരെ. ഇങ്ങോട്ട് വരണോ അച്ഛാ ഒന്ന്? എന്താ അപ്പൊ എവിടെ ഉണ്ട്? അവിടെ ഇരിക്കുന്നു. എന്റെ അമ്മേ, സുമയുടെ റൂം മൊത്തം അരിച്ചു പെറുക്കി, ഒരു കുന്തവും കിട്ടിയില്ല. കുറെ പേപ്പേഴ്സ് ഒക്കെ കണ്ടു, പക്ഷെ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? അതെന്താ മലയാളത്തിലല്ലേ എഴുതിയിരിക്കുന്നത്? നല്ല തമാശ. അതല്ല അമ്മേ പറഞ്ഞത്. അവന്റെ പേപ്പറിനകത്ത് ഇങ്ങനെ കുരുകുരുന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മൾ ഈ സ്കൂളിലൊക്കെ പിള്ളേർ മതിൽ എഴുതി വെക്കത്തില്ലയോ, അതുപോലെ. എന്നാലും നമ്മുടെ സുമയ്ക്ക് എന്താടി പറ്റിയേ? ചേട്ടനും അച്ഛനും കൂടെ എന്തായാലും സൈക്കാട്രിസ്റ്റിനെ കാണാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അവര് വരട്ടെ, അല്ലാതെ എങ്ങനെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നതേ ചിറ്റപ്പിന് ഡിപ്രഷൻ ആണാ. ഡിപ്രഷൻ. അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? എന്റെ പൊന്നപ്പച്ചി, ഡിപ്രഷൻ വരാൻ അത്ര വലിയ കാരണമൊന്നും വേണ്ടല്ലോ. എന്നെ പൊന്നാമി, നീ ഇതൊക്കെ എവിടുന്ന് അടി പഠിച്ചേ? അച്ഛൻ എന്റെ ക്ലാസ്സിലെ ജിമ്മിനില്ലേ, അവന്റെ ചേട്ടനും ഇതേ അസുഖ. പാവ ചേട്ടൻ കുറെ ഗുളിക കഴിക്കുന്നുണ്ട്. അമ്മേ, ഇവള് പറഞ്ഞ പോലെ കാര്യമെങ്കില് സുമയുടെ കാര്യം കുറച്ച് കുഴപ്പമാട്ടോ.
എന്തോന്ന് കുഴപ്പം? അവനല്ലല്ലോ ഈ വീട്ടിൽ എന്തിന്റെ കുറവാടിയുള്ളത്? കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ആവശ്യത്തിനില്ലേ? പിന്നെന്താ? അതാണ് കുഴപ്പം. എന്തോന്ന്? അച്ഛമ്മ സമയം എല്ലാം കിട്ടിയാലും നമുക്ക് ഡിപ്രഷൻ വരും. എന്റെ പൊന്നെ, ഇവിടെ സൈക്യാട്രിസ്റ്റ് തണ്ണി കളിക്കണ്ട. പോയവരൊന്ന് വന്നോട്ടെ, അവര് പറഞ്ഞോളും. ഡോക്ടർ സാറിനൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ? അറിയുന്നവരെ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുപോലത്തെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. നമ്മൾ അതിനനുസരിച്ച് വേണം അവരുടെ അടുത്ത് പെരുമാറാൻ. എന്തോന്ന്? ഇതുപോലത്തെ ആൾക്കാർക്കൊക്കെ മൂഡ് സ്വിങ്സ് ആയിരിക്കും. നമ്മൾ അനുസരിച്ച് വേണം അവരുടെ അടുത്ത് പെരുമാറാൻ. ഇനി അവന്റെ മൂഡ് നോക്കി വേണം ഈ വീട്ടിലുള്ളവരൊക്കെ അവനോട് സംസാരിക്കാൻ അല്ലേ? അമ്മ ഒന്ന് ചുമ്മാ ഇരി. ഇവള് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുക. അത് കേട്ട് അമ്മ എന്തിനാ ടെൻഷൻ ആവാൻ നിൽക്കുന്നേ? എന്തായാലും അവര് വന്നാൽ എന്ത് വല്ലതും പറയാനുണ്ടോ നിനക്ക്? കൊച്ചുവായിൽ വലിയ വർത്താനം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എങ്ങനെ ഓടിച്ചേടി നടന്ന എന്റെ ചെറുക്കനാ. അയ്യോ അമ്മ, ഇത്രയും സങ്കടപ്പെടുന്നതിന്റെ കാര്യം എന്തുവാ? ഇത്രയും നാൾ ഓടിച്ചാടിയാ നടന്നേ. കുറച്ചു നേരം അടങ്ങിയിരിക്കട്ടെ ആ ചെറുക്കൻ അവിടെ. ഒന്ന് പോടി പെങ്കി, നീ ഒരു ഒറ്റ ഒരുത്തി കാരണം അവൻ ഈ അവസ്ഥയിലായത്. നീ എപ്പോഴും അവനോട് പോയി വഴക്കുണ്ടാക്കാറില്ലേ? എന്റെ ദൈവം, ഇനി ഞാൻ കാരണമെന്ന് പറഞ്ഞു? ഞാൻ എപ്പോഴാ അമ്മ ആവശ്യമില്ലാതെ അവന്റെ അടുക്കെ വഴക്കുണ്ടാക്കിയിട്ടുള്ളേ? വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ല. പിന്നെ ഈ അപ്പച്ചി ഉണ്ടല്ലേ ചുറ്റപ്പനെ ഇടക്കിടക്ക് പോയി ചൊറയാറുണ്ട്. ഒറ്റ വീക്ക് അങ്ങോട്ട് തന്നാലുണ്ടല്ലോ. എപ്പോഴാണ് നീ കണ്ടത് ഞാൻ ഇടക്കിടക്ക് പോയി ചൊറിയുന്നത്? എന്റെ പിങ്കി, നീ ഒന്നും മിണ്ടാതിരിക്കും. ഇനി അടുത്ത് ഇവക്കായിരിക്കും ഡിപ്രഷൻ വരുന്നത് നിന്റെ വഴക്ക് കാരണം. അതെ അമ്മേ, ഞാൻ കാരണമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഡിപ്രഷൻ വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ അവനോട് ഇവളോടൊക്കെ വഴക്കുണ്ടാക്കുന്നില്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇനി ഇവിടെ ആരോടും വഴക്കുണ്ടാക്കാൻ വരുന്നില്ല. തീർന്നില്ല എല്ലാവരുടെയും ഡിപ്രഷനും പ്രശ്നം. നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാത്തൂനെ ഞാനൊന്ന് വിളിക്കട്ടെ നിന്റെ. അച്ഛമ്മ, അച്ഛമ്മക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടോ? എനിക്കോ? ഇല്ല. എന്താടി? അല്ലെങ്കിൽ പാരമ്പര്യം ആണോ എന്ന് അറിയാനായിട്ട് ചോദിച്ചാ. കൊച്ച കയ്യിൽ ഉരുളക്കിഴങ്ങ് ആയിട്ട് ഇരിക്കുന്ന കേട്ടോ. ഒന്ന് പോയാ അങ്ങോട്ട്. പാരമ്പര്യം പോ അങ്ങോട്ട്. ഇതിൽ എല്ലാവർക്കും ഇത്ര ദേഷ്യം. അവളുടെ ഒരു ചോദ്യം. ലളിതേ, ലളിതേ, ലളിതേ. അയ്യോ, നിങ്ങൾ എത്തിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഇല്ല, പേടിക്കാനൊന്നുമില്ല. മരുന്ന് തന്നു വിട്ടു. അവൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതല്ല, അവന്റെ പ്രശ്നം എന്താന്ന് ഡോക്ടർ പറഞ്ഞേ? അത് നിങ്ങളൊന്നും പറയുന്നില്ല. സുമേ, നീ ഇനിയിപ്പൊ അവനെ വിളിച്ച് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട. എന്താ? എടി, അവന്റെ മനസ്സിൽ ഏതാണ്ട് കരട് പറ്റിയിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തോടാണ് അത് മാറ്റിയെടുക്കേണ്ടത്. എന്തോന്ന് കരട്? അതൊക്കെ പറ. നീ ഇച്ചിരി വെള്ളം എടുത്തോട്ടോ, കുടിക്കിട്ട്. വെള്ളമൊക്കെ ഞാൻ എടുക്കാം. നിങ്ങളൊന്ന് തെളിച്ച് കാര്യം പറയാവോ? അത് അല്ല, നിങ്ങളുടെ കൂടെ ഒന്ന് ഉത്തമൻ എന്തേ? ഉത്തമന് ക്ലിനിക്കിൽ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞു പോയി. ഇതേപോലെ മനസ്സിൽ കരട് പറ്റിയ മൂങ്ങൾ അവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടെന്ന്. ഈ ചെറുക്കിന് സ്വന്തം അനിയനേക്കാളും വലുതാണോ ഈ മൂങ്ങളൊക്കെ? സുമേ, ലളിതേ, ഇനി വാ, സമാധാനപ്പെടും. ഞാൻ പറയാം. അതായത് അവന്റെ മനസ്സിൽ ചെറിയൊരു ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തോടെ ഇടപെട്ട് വേണം അതൊക്കെ മാറ്റിയെടുക്കേണ്ടത്. ഡിപ്രഷനോ? ഓ, ഞാൻ പറഞ്ഞില്ലേ ഡിപ്രഷൻ ആണെന്ന്. ആമി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുതിർന്നവര് സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു കേൾക്കരുന്ന? കയറി പോയിക്കേ. ഞാൻ ചുമ്മാ കൈയും വിഷു വന്നപ്പോ കൈ ഇങ്ങനെ ഇവിടെ നിന്നോണ്ട് വീശണ്ട. അങ്ങോട്ട് പോ. കൈ വീശാൻ കണ്ട സമയം. സുമേ, ലളിതേ, നീ എങ്ങോട്ട് പോണ്? ഞാൻ അവന്റെ അടുത്തോട്ട് പോന്നു. വേണ്ട വേണ്ട, അവന് ഡിപ്രഷൻ കൂടെ. അവൻ കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അതിനെ ഞാൻ അവനെ കണ്ട് സംസാരിച്ച് അവൻ ഇങ്ങനെ ഡിപ്രഷൻ കൂടുന്നത്. ഞാനൊന്ന് അറിയട്ടെ എന്താ പ്രശ്നമെന്ന്. നിങ്ങൾ വല്ലതും പറയോ? ഡോക്ടർ പറഞ്ഞ വല്ലോ കാര്യം എന്നോട് പറഞ്ഞോ? ഈ സമാധാനപ്പെടാം, അവന് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അത് ഞാൻ പോയി നോക്കട്ടെ. ലളിതേ, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ ഇതിനെ ലളിത ലളിത എന്ന് പറയുന്നേ? നീ ഇവിടെ കറങ്ങി തിരിഞ്ഞിരിക്കണോ? പോടി, ഇവിടെ പോ. സുമേ, എടാ, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ ഇടിയപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാകട്ടെടാ. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കപ്പയും മീൻകറി ഉണ്ടാക്കട്ടെ. സ്നേഹത്തോടെ പരിചരിക്കണമെന്ന് പറഞ്ഞാലേ ഭക്ഷണം പാരിക്കൊരു തിരിക്കണമെന്നല്ല ഡോക്ടർ പറഞ്ഞത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? അമ്മമാർ ഇങ്ങനെയൊക്കെയാ സ്നേഹം കാണിക്കുന്നത്. ഓ, എനിക്ക് ആരെയും സ്നേഹമൊന്നും വേണ്ട. എന്റെ സ്നേഹം പോലും എനിക്ക് വേണ്ട. നീ എന്തുവാടാ മോനെ ഈ പറയുന്നേ? നീ ഞങ്ങളുടെ ഇളയ മോനല്ലേ? നിന്നെയല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നിങ്ങൾ മക്കളെ സ്ഥാനം നോക്കിയായിരുന്നു മക്കളെ സ്നേഹിക്കുന്നത്. എന്നെക്കാട്ടി താഴെ ഒരു ഇളയ മോനുണ്ടായിരുന്നു, അവന് കൂടുതൽ സ്നേഹം കൊടുത്തല്ലേ? എടാ മക്കളെ, നിനക്ക് ഇളയതുകളായിട്ട് വേറെ ആരും ഇല്ലല്ലോ. നിന്നോട് തന്നെ സ്നേഹം. അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ അവന് കൂടുതൽ സ്നേഹം കൊടുത്താലേ. എടാ, അവൻ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയേ? എടി, അതെ, അവന് സ്നേഹം കിട്ടുന്നില്ലെന്ന് അവൻ ഡോക്ടറെ അടുത്ത് പറയുന്നത് കേട്ടു. ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഈ കല്യാണം നടക്കാൻ താമസിക്കുന്നതിന്റെ പ്രയാസമായിരിക്കും അവന്റെ ഡിപ്രഷന്റെ കാരണമെന്ന്. പാവം ചെറുക്കൻ എത്രയൊക്കെ വീട്ടിൽ പോയി എത്രയൊക്കെ പെമ്പിള്ളേരെ കണ്ടു. എന്നിട്ട് വല്ലതും നടന്നോ? എന്നിട്ട് അരണേഷിന്റെ കല്യാണം ഉറച്ചു. അരണേഷിന്റെ കല്യാണമായോ? എവിടെ നിന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ ഏതൊരു പെണ്ണിനെ പോയി കണ്ടു, അവനങ്ങ് ഇഷ്ടപ്പെട്ടു, വീട്ടുകാരതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിച്ചല്ലേ? അപ്പൊ അത് തന്നെ ഇവന്റെ വിഷമത്തിന് കാരണം. ഇവന് കല്യാണം ആവുന്നില്ല. അത് തന്നെ സംഭവം തന്നെ. എങ്ങനെയെങ്കിലും അവന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. വാ, നമുക്ക് നോക്കാം.
സുമേ സുമേ എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ നിനക്കേ മറ്റേ ഡിസ്കഷൻ ആണെന്ന് ഉത്തമൻ ചേട്ടൻ പറഞ്ഞാലല്ലോ. എന്റെ പൊന്നരനെ എനിക്കൊരു കുഴപ്പമില്ല, നീ ഇറങ്ങി പാമോ? അളിയടാ നിനക്ക് ഡിസ്കഷൻ ആയിട്ടല്ലോടാ ഞാൻ വന്നത്. ഡിസ്കഷൻ അല്ല, ഡിപ്രഷൻ. ആ അത് തന്നെ. ഈ അസുഖം വീട് ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് കിടപ്പിലാണോ? 5-6 പേര് കിടക്കുന്നുണ്ട്. എടുത്ത് പനിയല്ല എല്ലാവർക്കും പകരാൻ. ആ ഓരോരോ അസുഖങ്ങളെ. ചില അസുഖങ്ങൾ അങ്ങനെ ചില സമയത്ത് സുഖം തരും. ചില അസുഖങ്ങൾ ചില സമയത്ത് സുഖം തരും. സുമേഷ് ഞാൻ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയുവാണ്. ഇങ്ങോട്ടേക്കാണ് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെയാണ് നോക്കടാ. അളിയ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി, അന്ന് തന്നെ പെണ്ണ് സെറ്റായി. നീ എത്ര തവണ പെണ്ണ് കാണാൻ പോയ അളിയ? പിന്നെ നിന്നെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂലല്ലേ? നീ എവിടെ പോണ്? എടാ നിന്നെ ഒറ്റയ്ക്ക് നിർത്തല്ലെന്ന് പറഞ്ഞിരിക്കണം. എന്താണ് ഞാൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സമാനമായിട്ട് ഇരുന്നോട്ടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്തല്ലേ പറയുന്ന? കഷ്ടം. സുമേ ഞാനൊരു കാര്യം ചോദിച്ചോ, സത്യം പറയണം. നിനക്കേ പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമമല്ലേ അളിയാ? എടാ ഞാൻ സെറ്റാക്കി തരാടാ. നിനക്ക് എത്ര പെണ്ണിനെ കിട്ടണം ഞാൻ സെറ്റാക്കി തരാം. ഇവനി എത്ര പെണ്ണിനെ കിട്ടിയ? ഏത് പെണ്ണ് സെറ്റ്? എടാ നമ്മളാ സുധ ചേച്ചി അറിയാമോ? ആ ചേച്ചിയുടെ മോളെ നോക്കിയാലാ? രമ്യ. ആ എനിക്കന്ന് ഒളിച്ചെടുപ്പായിട്ട് പെണ്ണിനെ വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ടല്ലേ? നമ്മള് ബിന്ദു ചേച്ചിയുടെ മോളെ നോക്കിയാലാ? അശ്വതിയോ? ആ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ചെറുക്കൻ്റെ തലയ്ക്ക് ഒലക്കി അടിച്ചു വന്ന് ഇറങ്ങിപ്പോടാ പട്ടി കിട്ടിയത്. പോടാം എടാ ഇറങ്ങിപ്പോടാം. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കി ഇറങ്ങിപ്പോടാം. നീ തന്നെ കെട്ടിയാ മതി എല്ലാത്തിനും. ആ ഞാൻ കെട്ടല്ല, നീ ഞാൻ കെട്ടിയാ മതി. നിന്റെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് പറഞ്ഞ് വരുമ്പോ നീ എന്തോ കാണിക്കണത്? നീ കെട്ടിപ്പോ. ആ ആ ആ സമാനിപ്പിക്കാൻ വന്നിരിക്കുന്ന അമ്മ ഇപ്പൊ സുമേഷാവ് എന്റെ അടുത്ത് മിണ്ടണില്ലല്ലോ. അതെ സുമേഷ് മാമന് മൂഡ് ഓഫ്. എന്ത്? എന്തെന്ന് അറിഞ്ഞൂടാ, ചിലർക്ക് എല്ലാ ദിവസവും ഒരേ മൂഡ് ഇരിക്കത്തില്ലല്ലോ. ഇന്ന് സുമേഷ് മാമന് മൂഡ് ഓഫ്. സുമേഷാമിന്റെ കല്യാണം എന്ത് അമ്മ കഴിക്കാത്ത? എന്തിപ്പോ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ആം ചേച്ചി. അവളെ ശരിയാക്കുന്നുണ്ട് ഞാൻ. ആം ചേച്ചി അടിക്കണ്ട അമ്മ, ആം ചേച്ചി എന്റെ അടുത്ത് പിണങ്ങും. അയ്യോ ആവശ്യത്തൊക്കെ പറയാം. ഡിപ്രഷൻ മാറ്റി കിട്ടി. മാറിയോ സുമയുടെ ഡിപ്രഷൻ? സുമേഷിന്റെ അല്ല, പിന്നെ ക്ലിനിക്കിലെ കാര്യം പറഞ്ഞേ. ക്ലിനിക്കിലെ 2 മൂങ്ങ കൊണ്ടുവന്നു ക്ലിനിക്കിലോട്ട്. അതിന്റെ ഡിപ്രഷൻ മാറ്റി കൊടുത്തു. എന്റെ പൊന്നേട്ടാ ചുമ്മാ അല്ല എല്ലാരും പറയുന്നത്. ചേട്ടന് വീട്ടുകാരൊക്കെ കാര്യം മൃഗങ്ങളെയാണെന്ന്. മിണ്ട പ്രാണികളല്ലേ ഇത്? മിണ്ടാ പ്രാണികളാണെങ്കിലും ചേട്ടൻ അനിയൻ ഇവിടെ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന കാര്യം ചേട്ടൻ അറിയാമോ? എന്നിട്ട് അതിനെ പറ്റി എന്തോ നോക്കണം, എന്താ ചെയ്യണം, അങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടോ? ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയല്ലോ രാവിലെ. കൊണ്ടുപോയി, ചടങ്ങിന് കൊണ്ടുപോയി. എന്നിട്ട് ചേട്ടൻ ആ വഴി അങ്ങ് പോയി. ആ വഴി അങ്ങ് പോയി. ആ വഴി പോയിട്ട് ഈ വഴി കൊണ്ടാക്കിയിട്ടാണ് ആ വഴി പോയത്. ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി. അപ്പൊ തൊട്ട് ആ ചെറുക്കൻ നിലാവത്തഴിച്ച കോഴിനെ പോലെ നടക്കുക. അത് കൂടാതെ ഇവിടെ അറിയുകയും ചെയ്തു അരുണേഷിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന്. അതും കൂടെ ആയപ്പോ പൂർത്തിയായി. അവനെന്തിനും നില അഴിച്ചുവിട്ട കുഴപ്പമില്ല, നടക്കണം എന്തിനാണ്? അവൻ കല്യാണം കഴിക്കട്ടെ. അവൻ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചേട്ടാ സുമിക്ക് നമ്മൾ എത്ര പെണ്ണ് കണ്ടു, ഒറ്റ ഒരെണ്ണം നടന്നോ? ഈ ചെറുക്കൻ ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ, അപ്പൊ തന്നെ കല്യാണം ഉറച്ചു. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കണം ഭയങ്കര മണ്ടത്തനമാണ്. എന്ത് മണ്ടത്തരം? ഒരു തവണ കണ്ടിട്ട് അങ്ങനെ കെട്ടിയാൽ അങ്ങനെ ശരിയാവും. വേറെ നല്ല ആലോചനകൾ വന്നാലോ? ഇതിപ്പോ ഇത് ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആലോചന വരത്തില്ലല്ലോ. നല്ല പെണ്ണിനെ കാണാൻ നല്ലയല്ലേ? നിന്നോട് ഇപ്പൊ ഇത് ചോദിച്ചാ? പോയി അമ്മയുടെ കൂടെ ഇരുന്ന് വല്ലതും പഠിക്കുമ്പോ അയ്യപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോഴത്തെ പിള്ളേരല്ല, പണ്ടത്തെ പിള്ളേർ ഇതുപോലൊക്കെ തന്നെ. ചേട്ടന്റെ പ്രശ്നം ഇപ്പൊ അതാണോ? സുമയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അവന്റെ കല്യാണം നടത്തണ്ടേ? അവന്റെ പ്രശ്നം മാറണ്ടേ? അപ്പൊ ഇവന്റെ പ്രശ്നം മാറിയിട്ട് ഇവന്റെ കല്യാണം കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, അവന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കുക. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ കല്യാണം ഒരുങ്ങണ്ട? ഇപ്പൊ ഒരുങ്ങണ്ട, എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് വരും. അല്ല ചേട്ടാ, ചേട്ടാ അല്ല കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ഇവന് ഡിപ്രഷൻ. അപ്പൊ കഴിപ്പിച്ചാ ചിലപ്പോ മാറിയാലോ? അത് തന്നെ പ്രശ്നം മാറണ്ടേ? പ്രശ്നം മാറിയിട്ട് കല്യാണം കഴിക്കും. ലളിതേ, ലളിത എവിടെടാ? നിന്റെ അമ്മയെ കണ്ടാ? ഞാൻ കണ്ടില്ല അച്ഛാ. ലളിതേ എവിടെടാ? ഞാൻ കണ്ടില്ല അച്ഛാ. ലളിതേ എന്താ മനുഷ്യ കിടന്ന് പോകുന്നേ? എന്താ കാര്യം? ഏത് സമയം ഫോൺ പിടിച്ചോണ്ട് നടത്തണം. ഈടായിട്ട് ഫോൺ വിളിച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടാ. കണക്കായി പോയി.
നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നില്ലേ ഇവന് കൃഷ്ണകുമാറിന്റെ മോളുടെ ആ. അത് അയാൾ വേണ്ടാന്നങ്ങ് വെച്ചു. അയ്യോ അതെന്ത് പറ്റി? നിങ്ങൾ ഇവനെ കൊണ്ട് ആ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്ന അയാളും കണ്ടു. അയാളെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഛെ, എടി എവനല്ല ചികിത്സിക്കാൻ പോയി നിനക്ക് പറഞ്ഞാ പോരായിരുന്നാ? ഞാൻ പറഞ്ഞു അവനെ ചികിത്സിക്കാനല്ല നിങ്ങളെ ചികിത്സിക്കാനാ പോയത്. എടി വൃത്തികെട്ടവളെ, അതെന്തൊരു വർത്താനമാണ് നീ പറഞ്ഞത്? അങ്ങേരി ഇനി എന്നെ പറ്റി എന്തോന്ന് വിചാരിക്കും? അതിന് നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ കല്യാണം ആലോചിക്കുന്നത്, ഇവന് വേണ്ടിയല്ലേ. മാത്രമല്ല അയാൾ ഇവനോട് എന്ന് സംസാരിക്കാൻ നിന്നപ്പം ഇവൻ തിരിഞ്ഞു നിന്ന്. എവിടെ വെച്ച് സംസാരിക്കാൻ ചെന്നപ്പോ? ആ ക്ലിനിക്ക് വെച്ച്. ആണോ? ഡേയ്, അങ്ങേരി ക്ലിനിക്ക് വെച്ച് നിന്റെ അടുത്ത് മിണ്ടാൻ വന്നപ്പോ നീ എന്തിനാ മൈൻഡ് ചെയ്യാതിരുന്നത്? എപ്പോഴാ വന്നത്? അച്ഛൻ വാഷ്റൂമിൽ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വന്നായിരുന്നു. എന്നിട്ട് നീ എന്താ മിണ്ടാത്തത്? മിണ്ടിട്ട് എന്തിനാ അച്ഛാ? അയാളെ മോളെ എനിക്ക് കെട്ടിച്ചെടുത്തൊന്നുമില്ലല്ലോ. നീ എന്ത് വർത്താനോടാ പറയുന്നേ? അയാളുടെ മോടെ ആലോചനയായിട്ട് അയാൾ ഇങ്ങോട്ട് വന്നതല്ലേ. എന്തുവാടാ സുമേ നിനക്ക് പറ്റിയത്? അമ്മ എനിക്ക് മക്കളോട് ചേട്ടൻ ഗ്യാങ്ങിൽ പോണം. ഹാ ബെസ്റ്റ്, നല്ല ടീമിൽ തന്നെ ചെന്ന് കയറണം. അവിടെ ചെന്നാൽ നിനക്ക് പെണ്ണ് കിട്ടുമോ? സ്നേഹം കിട്ടുമോടെ? ആ സ്നേഹം കിട്ടും. മക്കളോട് ചേട്ടനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന മനുഷ്യനാ. ഏയ്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ഇമാതിരി വർത്താനൊന്നും പറയരുതെന്ന്. എന്ത് വർത്താനം വെച്ചാ? പുള്ളിക്കാരൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം എനിക്ക് പുള്ളിക്കാരൻ അടുത്തുണ്ട്. ഞാൻ പിന്നെ നിനക്ക് അളിയന്റെ സ്നേഹമായിരിക്കും കോരി തരുന്നത്. അച്ഛൻ സ്നേഹം പോയിട്ട് കരയുടെ ഒരു വാക്ക് പോലും എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തൃപ്തിയാടാ, എനിക്ക് സന്തോഷമായി. അവൻ പറഞ്ഞാട്ടില്ല ഞാൻ അവന് സ്നേഹം കൊടുക്കുന്നില്ല. എവന് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് ഓടി കിടന്ന ഞാനിപ്പോ ആരായി? ഇനി ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടില്ല. എന്നെ ഒന്നിനും വിളിച്ചേക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തിനാടാ സുമേ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? അച്ഛന് വിഷമാകത്തില്ലേ? അമ്മ മക്കളോട് ചേട്ടൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന മനുഷ്യനെ. പുള്ളിക്കാരൻ എന്തിനു പറഞ്ഞാൽ എനിക്ക് നോവും. എടാ നീ ഇനി അവരുടെ ഗ്യാങ്ങിൽ പോയി ഈ ജന്മത്തിൽ നിനക്ക് ഒരു ആലോചന ഇങ്ങോട്ട് വരികയല്ല. നമ്മുടെ പറച്ചിലേട്ടൊന്നും അല്ല എനിക്ക് പെണ്ണ് കിട്ടുമെന്ന്. പിന്നെ വരുന്നില്ലേ ആലോചനകൾ ഇങ്ങോട്ട്? എന്തോന്ന് വരുന്നത്? എന്നെ കാട്ടി വെറും ഉള്ളകൾക്കൊക്കെ പെണ്ണ് കിട്ടുന്നില്ല, എനിക്ക് മാത്രം പെണ്ണ് കിട്ടുന്നില്ല. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും സുമേ. നീ ഇപ്പോഴും ചെറുപ്പമല്ലേ, സമയമുണ്ടല്ലോ. എന്ത് ചെറുപ്പമായാലും ഈ ഒരു മാസത്തിന് എന്റെ കല്യാണം നടത്തണം. എനിക്ക് വേറെ ഒന്നും പറയാം. ഒരു മാസമെങ്കിൽ ഒരു മാസം നമുക്ക് നടത്താം. നടത്തി കഴിഞ്ഞാൽ ഞാൻ മക്കൾ ചേട്ടൻ ഗ്യാങ്ങിൽ പോകത്തില്ല. വേറെ കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്കില്ല. എന്റെ ഭഗവതി, എത്രയും പെട്ടെന്ന് ഈ ചെറുക്കന്റെ ആലോചന ഒന്ന് നടത്തണേ. ഏയ് എന്ത്? എന്റെ കല്യാണം മുടങ്ങി കേട്ടോ. ആണോ? ഉറപ്പിച്ചതല്ലായിരുന്നത്? ആരോ വിളിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ മറവി രോഗത്തെ കുറിച്ച്. കാര്യമല്ല, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കിട്ടും. ആ പെണ്ണിന് സർക്കാർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. എല്ലാം സെറ്റായതായിരുന്നു. ഇതിപ്പോ ആര് വിളിച്ച് പറഞ്ഞതാര്? അതറിയത്തില്ല കേട്ടാ. ഞാൻ പെണ്ണിനെ കല്യാണം കഴിച്ചാലേ ആ പെണ്ണിനെ വരെ മറന്നു പോന്ന അമ്മമാര് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കുമ്പോഴൊരു വിഷമം. മറവി രോഗം നിനക്കുള്ളതല്ലേ? മറവി രോഗമൊക്കെ ഉണ്ട് കേട്ടാ. പണ്ടേ എൻ്റെ അമ്മേനെ ഞാൻ അമ്പലത്തിൽ കൊണ്ടാക്കിയായിരുന്നു. അമ്മേനെ വിളിച്ചോണ്ട് വരാതെയാ ഞാൻ തിരിച്ചു വന്നത്, മറന്ന്. അതിന് അവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കണേ. എന്തായാലും സുമേഷിന് ഒരു ഇതാവും. സുമേഷ് അകത്തുണ്ട്, നീ പോയി അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും. ഓ നീ എന്താണ് കല്യാണം മുടക്കിപ്പിച്ചേ? കല്യാണം മുടക്കിപ്പിച്ചില്ല. നീ എന്താണ് കല്യാണം മുടക്കിപ്പിച്ചേ? കല്യാണം മുടക്കിപ്പിച്ചില്ല. സത്യം പറഞ്ഞേ. അവരുടെ അടുത്ത് വെച്ച് ചെറുക്കാൻ അവരുടെ അടുത്ത് നിൽക്കി. ഞാൻ പറയട്ടെ അവിടെ നിൽക്കി. ഞാൻ പറയാം. അവരുടെ വീട്ടുകാരെന്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് നീ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാണാൻ സുന്ദരനാന്ന് പറഞ്ഞു. പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട്, കുറച്ച് മറവിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാൻ പോയേ. സത്യം പറഞ്ഞേ. ഡിപ്രഷൻ അടിച്ചു കിടക്കുന്ന നീ എങ്ങനെയാണോ ഇവന്റെ കല്യാണം മുടക്കിയത്? എന്റെ പൊന്നാച്ചി ഡിപ്രഷൻ ഒന്നുമില്ല. ഇവൻ ചുമ്മാ ഉടായി പറഞ്ഞു കല്യാണം കഴിക്കാൻ വേണ്ടി. കല്യാണം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും പറയുവാണോ? മക്കൾ ചേട്ടൻ അനിയൻ സജി പറഞ്ഞു ഇങ്ങനെ അട ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല കല്യാണം. അവൻ എന്തിനടിക്കണം? നിന്റെ കല്യാണമാണോ അവൻ മുടക്കിയേ? അതല്ല, നീ പറഞ്ഞല്ലേ നിനക്ക് എന്നെ ഒന്ന് മറന്നുകൂടാ കാല. എന്റെ കല്യാണം കൊണ്ടുവേണം